അല്ലാതെ പിന്നെ ഒരു കീന്റെ ലോക്കിന് ഒരു പ്രശ്നം ഉണ്ടായി, ചെറിയൊരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു കംപ്ലൈൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? സൗണ്ടും കാര്യങ്ങളും കൂടുതൽ. ഇത് ഫുള്ള് ഫൈബർ ബോഡി ആയതുകൊണ്ട് ഫുള്ള് റാറ്റ്ലിംഗ് സൗണ്ട് കൂടുതലായിരുന്നു ബോഡിന്റെ. കമ്പനി 105 പറയുന്നത്. അപ്പൊ എനിക്കൊരു 108 കിട്ടുന്നുണ്ട്. എന്താ പേരെന്താ? സുകേഷ്. ഓക്കെ. എന്താ ചെയ്യുന്ന ഈ വർക്ക്ഷോപ്പാണ്? ഈ വർക്ക്ഷോപ്പ് നിങ്ങൾ. ഓക്കെ. ഈ ഒരു ഐക്യൂബ് എടുത്തിട്ട് എത്ര കാലമായി? ഒരു കൊല്ലം 3-4 മാസമായി. ഒരു വർഷം 3-4 മാസമായി. ഒരു വർഷം 4 മാസത്തോളമായി. ഇപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 25,000 കിലോമീറ്റർ. 25,000 കിലോമീറ്റർ ഓടി. ഓക്കെ. അപ്പോ ഇത് ഈ ഒരു 25,000 കിലോമീറ്ററിന് എത്ര, ഈ ഒരു വണ്ടിന്റെ റേഞ്ച് നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? നോർമൽ പറഞ്ഞ റേഞ്ച് ആവശ്യം കിട്ടുന്നുണ്ട്. നോർമൽ മോഡൽ ഒരു 90ന്റെ അടുത്ത് കിട്ടുന്നു. 100ന്റെ അടുത്തൊക്കെ കിട്ടുന്നു. ഓക്കെ. അപ്പോ ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ചെറിയൊരു കംപ്ലൈന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? സൗണ്ടും കാര്യങ്ങളും കൂടുതൽ. ഇത് ഫുള്ള് ഫൈബർ ബോഡി ആയതുകൊണ്ട് ഫുള്ള് റാറ്റ്ലിംഗ് സൗണ്ട് കൂടുതലായിരുന്നു ബോഡിന്റെ. ഓക്കെ. ഓക്കെ. മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വേറെ എഞ്ചിൻ പ്രശ്നം വന്നിട്ടില്ല. ഒരു കുഴപ്പമില്ല. ഇതിന് ടയറിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ടയർ ബാക്ക് ടയർ പെട്ടെന്ന് 8,000 കിലോമീറ്റർ ആവുമ്പോഴത്തേക്കും തേയ്മാനം വന്നു. അതെ. ഓക്കെ. വേറെ കുഴപ്പങ്ങളൊന്നും. നല്ല വണ്ടിയാണ്. പിന്നെ ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം എന്താ? കാരണം മാർക്കറ്റിൽ ഒരുപാട് വേറെ EV-കൾ ഉണ്ട്. അപ്പൊ ഇത് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഓൾറെഡി നമ്മളെ ചേതക്കുണ്ട്. ബജാജിന്റെ. ഓക്കെ. അപ്പൊ ആ സമയത്ത് കമ്പനി വണ്ടി ആയ ബജാജ് ചേതക്ക് മാത്രം ഉണ്ടായിരുന്നു. പിന്നാണ് ഐക്യൂബ് വന്നത്, TVS-ന്റെ. അപ്പൊ ആ സമയത്ത് ചേതക്കിന് ഭയങ്കര വിലയായിരുന്നു. പിന്നെ പക്ഷേ വില കുറഞ്ഞ് വന്നത് ഐക്യൂബ് ആയിരുന്നു. ഇത് കമ്പനി വണ്ടി ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ഓക്കെ. കമ്പനി വണ്ടി. അതെ. ഓക്കെ. ഏട്ടാ, നിങ്ങളെ പേരെന്താ? നാസർ. അപ്പൊ നിങ്ങൾ എവിടെ സ്ഥലം? എവിടെ? ഞാൻ ഇവിടെ തലക്കുളത്ത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഐക്യൂബ് എടുത്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഏകദേശം ഒരു വർഷം 3 മാസത്തെ. 1 വർഷം 3 മാസം. ഇപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും? ഏകദേശം ഒരു 17 സംതിങ് ഓടിയുണ്ട്. 18ന്റെ അടുത്ത്. ഓക്കെ. അപ്പോ നിങ്ങൾ ഈ ഒരു കാലയളവിനുള്ള നിങ്ങൾക്ക് ഈ ഒരു വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ? ഇല്ല, കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ശരിക്കും നല്ല ആക്സിഡന്റ് ആയി. അതുവരെ തട്ടിട്ട് വരെ നല്ല ഒന്നും പറ്റിയിട്ടൊന്നും. ഓക്കെ. അത് വണ്ടിയുടെ കംപ്ലൈന്റ് അല്ല. അല്ലാതെ പിന്നെ ഒരു കീന്റെ ലോക്കിന് ഒരു പ്രശ്നം ഉണ്ടായി, ചെറിയൊരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടായി. അപ്പൊ അത് മാറ്റി തന്നു. നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം എന്താ? മെയിൻ ആയിട്ട് ഇത് TVS-ന്റെ ആയതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ സ്കൂട്ടറിന്റെ ഒരു ലുക്ക് ഉള്ളതുകൊണ്ട്, പെട്രോൾ സ്കൂട്ടറിന്റെ. ഓക്കെ. ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും? വേറെ കംപ്ലൈന്റ്. അപ്പൊ ഹാപ്പിയാണ് ഈ ഒരു വണ്ടി? ഓക്കെ. ഏട്ടാ, നിങ്ങളെ പേരെന്താ? എന്റെ പേര് സോനു. അപ്പൊ TVS-ന്റെ ഐക്യൂബ് അല്ലേ? ഐക്യൂബ്. ഓക്കെ. നിങ്ങൾ ഈ ഒരു വണ്ടി എത്ര കാലമായി എടുത്തിട്ട്? ഞാനൊരു 6 മാസം കൂടുതലായി. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താ അഭിപ്രായം? എന്താണ്? നല്ല അഭിപ്രായം. ഓക്കെ. ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ? ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. യാതൊരുവിധ കംപ്ലൈന്റ് ഒന്നുമില്ല. നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം എന്താ? ഞാനൊരു 2 കൊല്ലമായിട്ട് ഈ വണ്ടിനെ പറ്റി വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മളെ കാലിക്കറ്റില് 8 നേരം വൈകിട്ടായിരുന്നു. അപ്പോ വന്നതിന് ശേഷം ബുക്ക് ചെയ്ത് കിട്ടിയാണ്. എറണാകുളത്തുനിന്ന് കണ്ണൂരൊക്കെ ആദ്യം വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ആദ്യം വന്നിട്ടുണ്ട്. ശരി. അപ്പൊ ഞാൻ ഈ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഓക്കെ. ഇതിന് എത്ര മൈല് ഇതിന് റേഞ്ച് കിട്ടുന്നുണ്ട്? കമ്പനി 105 പറയുന്നത്. അപ്പൊ എനിക്കൊരു 108 കിട്ടുന്നുണ്ട്. 108 കിട്ടുന്നുണ്ട്. എന്നാലും ഒരു 3-4 കിലോമീറ്റർ ജാസ്തി ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഹാപ്പി കസ്റ്റമർ ആണ്? ഹാപ്പി കസ്റ്റമർ. ഓക്കെ. എന്താ പേരെന്താ? റിയാസ്. ഓക്കെ. എന്താ ചെയ്യുന്നത്? ബാറ്ററി കടാണ്. ഈ ഒരു ഷോപ്പ് അല്ലേ? ഓക്കെ. നിങ്ങൾ ഈ ഒരു ഐക്യൂബ് മേടിച്ചിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇപ്പൊ 2 മാസം കഴിഞ്ഞു. 2 മാസം. ഇപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയുണ്ടാവും? കിലോമീറ്റർ ഒരു 2000 ചില്ലാൻ കൂടി ഉണ്ടാവും. 2000 ചില്ലാൻ. അപ്പോ എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്? ഇതിന് നമ്മളൊരു 40-45 സ്പീഡ് പോവാണെങ്കിൽ ഒരു 100 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ഓക്കെ. 45-50 വരെ. ഓക്കെ. മാർക്കറ്റിൽ ഇത്രയും ഇലക്ട്രിക് വണ്ടികൾ വേറെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്ത്? ഇത് ഒന്നാമത്തത് ഇതിന്റെ ഷേപ്പ്, രണ്ടാമത്തത് ഓടിക്കാൻ നല്ല സുഖം. ഒരു പെട്രോൾ വണ്ടിന്റെ സ്റ്റൈൽ ആയതുകൊണ്ട്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോയാലും ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വണ്ടി ഫ്രണ്ട് ഹാൻഡിൽ പ്രശ്നമോ അല്ലെങ്കിൽ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞാലും നോർമൽ രീതിയിൽ വലിയ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്? കുഴപ്പമില്ല. നല്ല, ഞാൻ പറയല്ലേ, ആൾക്കാർ ചോദിച്ചാൽ ഞാൻ നല്ല അഭിപ്രായം പറയല്ലേ.